ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്. ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഉത്തരം ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാകോൾ. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. ഉത്തരം ലാഹോർ. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ. താഷ്കണ്ട് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കണ്ട് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ഉത്തരം പാമ്പാർ. മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. ഉത്തരം ഫോർമിക് ആസിഡ്. വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഭുവനേശ്വർ. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ. ഉത്തരം CP രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഉത്തരം ഹിൽട്ടൺ കമ്മീഷൻ. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഉത്തരം ഹിൽട്ടൺ കമ്മീഷൻ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം വൈറ്റമിൻ ഡി. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി. ശാസ്ത്ര വിഷയത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ. ഉത്തരം CV രാമൻ. ഫിസിക്സിനാണ് ലഭിച്ചത് 1930. ശാസ്ത്ര വിഷയത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ CV രാമൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ഉത്തരം സംസ്ഥാനത്തിലെ ഗവർണർ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത്. ഉത്തരം സംസ്ഥാനത്തിലെ ഗവർണർ. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ഉത്തരം ലൂ. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ഉത്തരം ലൂ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമേത്? ഉത്തരം മിഴാവ്. മിഴാവ്. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്.
സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷാണ്. ഉത്തരം ഫിഷിംഗ്. സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി ഓർ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷാണ്. ഉത്തരം ഫിഷിംഗ്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഒറീസ. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഒറീസ. 1961 പ്രഥമ ചേരി ചേരാ സമ്മേളനം നടന്ന സ്ഥലം. 1961 പ്രഥമ ചേരി ചേരാ സമ്മേളനം നടന്ന സ്ഥലം. ഉത്തരം ബെൽഗ്രേഡ്. 1961 പ്രഥമ ചേരി ചേരാ സമ്മേളനം നടന്ന സ്ഥലം. ഉത്തരം ബെൽഗ്രേഡ്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി. ഉത്തരം ചാലിയാർ. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. സൾഫ്യൂറിക് ആസിഡിൻ്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും മിശ്രിതം. സൾഫ്യൂറിക് ആസിഡിൻ്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും മിശ്രിതം. ഉത്തരം പീരൻഹ. സൾഫ്യൂറിക് ആസിഡിൻ്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും മിശ്രിതം. ഉത്തരം പിരാൻഹ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഉത്തരം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. നേപ്പാളിൻ്റെ ദേശീയ കായിക വിനോദം. നേപ്പാളിൻ്റെ ദേശീയ കായിക വിനോദം. ഉത്തരം കബഡി. നേപ്പാളിൻ്റെ ദേശീയ കായിക വിനോദം കബഡി. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം. ഉത്തരം കൊണാർക്കിലെ സൂര്യക്ഷേത്രം. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഉത്തരം ഗവർണർക്ക്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഉത്തരം ഗവർണർക്ക്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്? ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത്? ഉത്തരം ഇന്ദിരാ കോൾ. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം? ഉത്തരം ലാഹോർ. താഷ്കണ്ട് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം പാമ്പാർ. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്? ഉത്തരം ഫോർമിക് ആസിഡ്. വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഭുവനേശ്വർ. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ? ഉത്തരം CP രാമസ്വാമി അയ്യർ. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഉത്തരം ഹിൽട്ടൺ കമ്മീഷൻ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം വൈറ്റമിൻ D. ശാസ്ത്രവിഷയത്തിൽ നൊബേൽ നേടിയ ആദ്യ ഏഷ്യക്കാരൻ? ഉത്തരം CV രാമൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത്? ഉത്തരം സംസ്ഥാനത്തിലെ ഗവർണർ. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്?
ഉത്തരം ലൂ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമേത്? ഉത്തരം മിഴാവ്. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി ഓർ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. ഉത്തരം ഫിഷിംഗ്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഒറീസ. 1961 പ്രഥമ ചേരി ചേരാ സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം ബെൽഗ്രേഡ്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം ചാലിയാർ. സൾഫ്യൂരിക് ആസിഡിൻ്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും മിശ്രിതം? ഉത്തരം പിരാൻഹ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1931. നേപ്പാളിൻ്റെ ദേശീയ കായിക വിനോദം? ഉത്തരം കബഡി. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം? ഉത്തരം കൊണാർക്കിലെ സൂര്യക്ഷേത്രം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത്? ഉത്തരം ഗവർണർക്ക്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.